അല്ല ഗേസ് അപ്പോൾ നമ്മളിപ്പോൾ ടിങ്ങടക്കെടുത്ത് എങ്ങോട്ടാ പോകണമെന്ന് വിചാരിച്ചാൽ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇരിക്കുന്നത് എന്നെ പോലത്തെ ആൾക്കാരെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നോമ്പ് തുറയാണ്. അപ്പോൾ ഇന്നെ അങ്ങോട്ട് എഴുന്നള്ളാന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നോമ്പാണെങ്കിലും മകനക്കതറിയില്ലല്ലോ. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി പേരിനൊരു വെള്ളം കുപ്പി അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവന് ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുക്കി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ 4-5 പേഴ്സാണ് കാണുന്നത് ഗേസ്. എൻ്റെ പോലെ ക്യൂട്ട്നെസ് വേറെ എറിയുന്നുണ്ട് എൻ്റെ മകനും. എൻ്റെ മകൻ അങ്ങനെ വരുള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സും കാത്ത് നിൽക്കുകയാണ്. റംലാ മാസം എന്നൊരു ചിന്തയില്ലാണ്ട് എൻ്റെ മകൻ ഇതാ ലേസും എല്ലാം കറുമുറ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അങ്ങനെ കാത്തിരുന്ന് നമുക്ക് ബസ്സും കിട്ടി. ഒടുക്കത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരുന്നു. എൻ്റെ കുടുംബസ്വത്താന്ന് വിചാരിച്ചു അവൻ്റെ കിടത്തം കണ്ടില്ലേ. ഈ കിടത്തം കണ്ടക്ടറിന് അതേനെ പോകുമ്പോൾ തുറച്ച് നോക്കുമായിരുന്നു കേട്ടോ ഗേസ്. ബാക്കിയുള്ളവരൊക്കെ നിൽക്കുന്ന കാരണം അയാൾ നോക്കി അയാളെ കണ്ണടഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് പോയിന്നല്ലാണ്ട് എനിക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഒരു ഫാൻ ഇട്ടിട്ട് നമ്മളൊന്ന് ആശ്വാസമായി ഇരിക്കാൻ നോക്കുമ്പോൾ ഇതാ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ മുസമ്പി കൊടുന്നു. ഞാൻ വിചാരിച്ചു എനിക്കുള്ളതാണ് ഹറാം, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പാത്രമായിട്ട് വരുന്നു കണക്ക് പ്രകാരം അതിൽ എണ്ണി വാങ്ങിയിട്ടിട്ട് പോയി. അങ്ങനെ പിന്നെ നോമ്പറക്കണ നേരത്ത് നമ്മളിതാ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ. തറവാട്ടിൽ വൻ ചർച്ചയാണ് നാളത്തെ നോമ്പ് തുറക്കുള്ളത്. അപ്പോൾ നാളത്തെ നോമ്പ് തുറ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.